സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയാണെങ്കിൽ സന്ദീപിനോട് ആതിരെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് സന്ദീപ് നിൽക്കുമ്പോൾ, എടാ മണ്ട, നിന്നെ ഒഴിവാക്കി അവൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു, നിന്നെ അവൾക്ക് വേണ്ട, നീയും വേറെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അനഘയെ സ്വീകരിക്കാനുള്ള തന്ത്രങ്ങൾ എങ്ങനെയെങ്കിലും മെനയുകയാണ് അവിടെ അവന്തിക. തുടർന്ന് പറയുന്നുണ്ട്, ഇത് അർച്ചനയും അറിഞ്ഞ കാര്യമാണ്, അവൾ നിന്നിൽ നിന്നും എന്താണ് ഒളിപ്പിച്ചു വെച്ചത്, അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമെന്നൊക്കെ പണ്ട് കുഞ്ഞുങ്ങൾ ചോറുണ്ണുമ്പോൾ പറയും. പക്ഷെ അമ്പിളിയമ്മനെയും കിട്ടൂല, ചോറൊക്കെ ഉണ്ണും. അതേപോലെയാണ് നിന്റെ ഏട്ടത്തിയുടെ വാക്ക് എന്നൊക്കെ പറഞ്ഞ് അർച്ചനയ്ക്കെതിരെയും ഒക്കെ തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ കേട്ടങ്ങ് ആകെ വിഷമിച്ച് സന്ദീപ് നിൽക്കുകയാണ്. ഇതേസമയം ആതിരയാണെങ്കിൽ അനൂപ് വന്ന് പറഞ്ഞിട്ടും പെണ്ണ് കാണാൻ ചെറുക്കൻ്റെ അടുത്തേക്ക്, അജയഘോഷിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. ആവണിക്കുട്ടിയുമായിട്ടിരുന്നങ്ങ് സങ്കടം പറഞ്ഞ് കരച്ചിലാണ്. ഇതേസമയം മാഷും കമലയും കൂടി വരുന്നുണ്ട്. തുടർന്ന് നിന്റെ എന്താണ് പാവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വിഷമിച്ച് കമലയാണെങ്കിൽ ഇന്നങ്ങ് കരയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അവന്തിക വന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിന്റെ ചേച്ചിയെ ഒരു വലിയ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചില്ലേ, അതിൻ്റെ ഉപകാരസ്മരണ എന്നോണം അവൾ ഇതാണ് ആവശ്യപ്പെട്ടത്. അവന്തിക അടക്കം ഇങ്ങനെ എതിര് നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് തൊട്ടാണെന്ന് നിനക്കറിയാമോ? നീയും സന്ദീപും തമ്മിലുള്ള അടുപ്പം എന്ന് തുടങ്ങിയോ അന്ന് മുതലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. മറ്റുള്ളവരുടെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ കണ്ണുനീരി നീ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം പറഞ്ഞങ്ങ് മാഷ് സംസാരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അവന്തിക ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാതിരിക്കില്ല എന്ന് വെച്ചാൽ അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതമാണ് അവിടെ നടത്തുന്നത്, നീ കാരണം അതും കൂടി മുടക്കരുത് എന്ന് പറഞ്ഞ് സങ്കടം പറയുകയാണ്. കമല എന്നങ്ങ് കരയുകയാണ്. അച്ഛൻ കാരണം ഇന്നേ വരെ നിന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല, മക്കൾ കാരണമാണ്, അത് നീ കാരണമാണ് ഇപ്പോൾ കരയുന്നത്. ഇനി നീ അവരുടെ മുന്നിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ഈ ഞാനങ്ങ് ജീവൻ ഒടുക്കും. പക്ഷേ നിങ്ങളുടെയൊക്കെ കാര്യം നോക്കി പിന്നെയും കണ്ണീരൊടിക്കാനായിട്ട് നിന്റെ അമ്മയെ കൂടി ഇവിടെ ഉപേക്ഷിക്കില്ല, അവളെയും ഞാനങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ആതിരയങ്ങ് ആകെ ടെൻഷനാവുകയാണ്. തുടർന്ന് ആതിരയങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവർ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അവസാന വാക്കെന്നോളം പറഞ്ഞിട്ട് മാഷും കമലയും കൂടി അങ്ങ് പോവുകയാണ്. ഇതേസമയം സന്ദീപ് ആണെങ്കിൽ അർച്ചനയുടെ റൂമിലേക്ക് വരികയാണ്. സച്ചി അവിടെ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ കട്ടിലിരിക്കുകയാണ്. അന്നേരം ഇന്ന് ആതിരയെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അർച്ചനയോടാണ് ചോദിക്കുന്നത്. തുടർന്ന് അതിനുള്ള മറുപടി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നീ വിഷമിക്കുമെന്ന് കരുതുകയാണെന്ന് പറയുമ്പോൾ, എന്നെ മേട്ടത്തിൽ മറച്ചു വെച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ആതിര എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നേരെ സച്ചി പിടിച്ചു നിർത്തുകയാണ്. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കാം, ഞങ്ങൾ ഉത്തരം തരാം എന്ന് പറയുകയാണ്. അന്നേരം അർച്ചന വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ, ആതിര നിനക്കുള്ളതാണെന്ന്. അപ്പോൾ ഏട്ടത്തി ഇപ്പോഴും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ ഇവിടെ അവന്തിക ഏട്ടത്തി വീണ്ടും കല്യാണ മുഹൂർത്തം നോക്കാൻ പോവുകയാണ്. അവിടെ പിന്നെ ആതിരയ്ക്ക് വേറെ വിവാഹം എന്തായാലും നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം അർച്ചന പറയുന്നുണ്ട്, ഇത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല, അനുപേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ, അല്ലാതെ അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനി എന്ത് ചെയ്യും, കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് സന്ദീപ് അങ്ങ് വിഷമം പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് എന്തായാലും ഇനി ഒരു വഴിയേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ സച്ചിക്ക് പക്ഷേ അതിന് തീരെ താല്പര്യമില്ലല്ലോ. സന്ദീപ് പറയുകയാണ്, ഞാൻ എന്തിനും റെഡിയാണ്, അതിന് എനിക്ക് വേണം, ഞാൻ വിട്ടുകൊടുക്കില്ല, ഏട്ടത്തി പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് സന്ദീപ് നിൽക്കുകയാണ്. അന്നേരം നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു, പക്ഷെ നിൻ്റെ ഏട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചിയെ നോക്കുകയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, അർച്ചന ഞാൻ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അന്നേരം ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, സച്ചേട്ടൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ അവന്തിയേട്ടത്തെ വിഷമിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് സച്ചി അങ്ങ് പറയുകയാണ്. അന്നേരം മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂടപ്പുറപ്പിൻ്റെ കണ്ണീര് കാണാനായിട്ട് സച്ചേട്ടന് സാധിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സന്ദീപും പറയുകയാണ്, എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നന്ദേട്ടനെ പോലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും, നട്ടലില്ലാത്തവൻ ആതിര തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇനി അങ്ങനെ സാധിക്കില്ല. സച്ചേട്ടൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുകയാണ്. സച്ചേട്ടൻ്റെ സംസാരത്തിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, സച്ചേട്ടന് വേറൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു, അത് ഏട്ടത്തി അല്ല, പക്ഷേ സച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് സച്ചേട്ടനെ സ്നേഹിക്കുന്ന ഏട്ടത്തി തന്നെ കടന്നു വന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അനഘയാണ്. എൻ്റെ മനസ്സിലെ ഒരു കോണിലും അനഘയ്ക്ക് സ്ഥാനമില്ലാത്ത ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സന്ദീപ് അങ്ങ് തൻ്റെ സങ്കടം പറയുകയാണ്.
എൻ്റെ അതേ സ്ഥാനത്ത് ഏട്ടൻ നിന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാനായിട്ട് ഏട്ടന് സാധിക്കുമല്ലോ, ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചിയേട്ടൻ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടൻ നിന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വീട്ടിലെ വേറെയുള്ളവരെയാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാ സന്ദീപെന്നും പറഞ്ഞ് അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അന്നേരം നിൽക്കിയെന്ന് പറഞ്ഞ് സച്ചി വിളിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എതിരഭിപ്രായം പറഞ്ഞാലും അർച്ചന ഇതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇല്ല, സച്ചിയേട്ടൻ്റെ തീരുമാനം കേൾക്കാതെ ഞാനൊന്നും മുന്നോട്ട് പോയില്ല, നട്ടലില്ലാതെ നിവർത്തി നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം സച്ചി പറയുകയാണ്, സ്നേഹിക്കുന്നവർ തന്നെയാണ് ഒന്നിക്കേണ്ടത്, നിനക്ക് അതിനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കുക തന്നെ ചെയ്യും. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. ചോരയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നേടുന്നത് എന്ന് അർച്ചന പറഞ്ഞതുപോലെ എന്തായാലും ആദ്യ രജിസ്റ്റർ മാരേജ്, ബാക്കി നമുക്കത് കഴിഞ്ഞ് നോക്കാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചനയുടെയും സന്ദീപിൻ്റെയും സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവരങ്ങ് പരസ്പരം നോക്കി ചിരിക്കുകയും ആകെ ഒരു സന്തോഷം തന്നെയാണ്. ഇതേസമയം മാഷിൻ്റെയും കമലയുടെയും നിർബന്ധത്തിന് വഴങ്ങി ചായയുമായിട്ട് ആതിര വരികയാണ്. അന്നേരം അജയ് ഘോഷ് ഇങ്ങനെ ആതിരയെ തന്നെ നോക്കിയാണ്, എല്ലാവർക്കും ചായ കൊടുത്ത് ആതിര അജയ് ഘോഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചായയുമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആതിരയാണെങ്കിൽ അജയ് ഘോഷിൻ്റെ മുഖം ശ്രദ്ധിക്കുന്ന പോലുമില്ല, ഇങ്ങനെ മുഖം കുനിച്ച് തന്നെ നിൽക്കുകയാണ്. അത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്